നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും UDFന്റെ വൻ തിരിച്ചുവരവ്. നേട്ടമുണ്ടാക്കി BJP. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഭരണം നിലനിർത്തി LDF. പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 60 കിലോ ചന്ദനത്തടികളുമായി ഒരാൾ പിടിയിലായത് വെട്ടൂക്കാട് സ്വദേശി. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയ കൊടകര ബ്ലോക്കിൽ ഉൾപ്പെട്ട നെന്മണിക്കര പഞ്ചായത്തിൽ LDF ഭരണം നിലനിർത്തി. 16-ൽ 13 സീറ്റുകൾ നേടിയാണ് LDF വിജയം തുടർന്നത്. ഒരു സീറ്റ് മാത്രമുണ്ടായിരുന്ന UDF 3 സീറ്റിലെത്തി നില മെച്ചപ്പെടുത്തി. BJPക്ക് അക്കൗണ്ട് തുറക്കാനായില്ല. തൃക്കൂർ, അളഗപ്പനഗർ പഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ UDF ഭരണം നിലനിർത്തി. വരന്തരപ്പള്ളിയിൽ LDFൽ നിന്ന് UDF ഭരണം പിടിച്ചെടുത്തു. 24 വാർഡുകളിൽ 11ഇടത്ത് UDF വിജയിച്ചപ്പോൾ 7ഇടത്ത് മാത്രമാണ് LDFന് വിജയിക്കാനായത്. കൊടകരയിൽ LDFും UDFും 7 വീതം സീറ്റുകൾ നേടി ഒപ്പത്തിനൊപ്പം എത്തി. 5 സീറ്റിൽ BJP വിജയിച്ചപ്പോൾ 1 സീറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നേടി. പുതുക്കാട് പഞ്ചായത്തിൽ ആകെയുള്ള 17 സീറ്റിൽ 8 സീറ്റുകൾ നേടി UDF മുന്നിലെത്തിയപ്പോൾ 4 വീതം സീറ്റുകൾ നേടി LDFും BJPയും ഒപ്പത്തിനൊപ്പം രണ്ടാമതെത്തി. 1 സീറ്റ് നേടിയ സ്വതന്ത്രന്റെ നിലപാട് UDFന് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. ഭരണം നിലനിർത്താനായി LDFും പിടിച്ചെടുക്കാൻ UDF NDA മുന്നണികളും വീറോടെ മാറ്റുരച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷം ലഭിച്ചില്ല. 24-അംഗ ഭരണസമിതിയിലേക്ക് LDF 10, UDF 8, NDA 4, സ്വതന്ത്രർ 2 എന്നിങ്ങനെയാണ് സീറ്റുകൾ ലഭിച്ചത്. ഇരിങ്ങാലക്കുട ബ്ലോക്കിൽ ഉൾപ്പെട്ട മുരിയാട്, പറപ്പൂക്കര പഞ്ചായത്തുകളിൽ LDF ഭരണം നിലനിർത്തി. പഞ്ചായത്തുകളുടെ ഇതുവരെയുള്ള ഒരു പ്രകടനം അത് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഇന്ന് രാവിലെ ആരംഭിച്ച വോട്ടെണ്ണൽ ഏറെക്കുറെ പൂർത്തിയായിരിക്കുകയാണ്. വിവിധ പഞ്ചായത്തുകളിൽ ഏത് തരത്തിലാണ് മുന്നണികൾക്ക് സീറ്റ് നിലനിർത്താൻ സാധിച്ചത്, അല്ലെങ്കിൽ വാർഡുകൾ നിലനിർത്താൻ സാധിച്ചത് എന്നൊക്കെ കണക്കുകൾ പ്രകാരം നമുക്കൊന്ന് നോക്കാം. നെന്മണിക്കര പഞ്ചായത്ത് ആദ്യമായി നമുക്ക് നെന്മണിക്കര പഞ്ചായത്തിൻ്റെ നോക്കുമ്പോൾ, നെന്മണിക്കര പഞ്ചായത്തിൽ നമുക്കറിയാം LDF ഭരണം നിലനിർത്തുന്ന ഒരു കാഴ്ചയാണ്. പഞ്ചായത്ത് രൂപീകൃതമായ ഒരു കാലം മുതൽ അവിടെ LDF തന്നെയാണ് ഭരിച്ചിരുന്നത്. കഴിഞ്ഞ തവണ 15 വാർഡുകളായിരുന്ന നെന്മണിക്കര പഞ്ചായത്തിൽ 14 വാർഡുകൾ വിജയിച്ചാണ് LDF ഭരണം നിലനിർത്തിയതെങ്കിൽ ഇത്തവണ അത് 16 വാർഡുകളായി മാറിയിട്ടുണ്ട്. നെന്മണിക്കര പഞ്ചായത്തിൽ 16-ൽ 13 സീറ്റുകൾ വിജയിച്ചാണ് നെന്മണിക്കര പഞ്ചായത്തിൽ LDF വിജയിച്ചിരിക്കുന്നത്. 3 സീറ്റുകൾ നേടി UDFന് ഒരു ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതാണ് ആശ്വാസമാകുന്നത്. ഒപ്പം തന്നെ NDAക്ക് നെന്മണിക്കര പഞ്ചായത്തിൽ ഇത്തവണയും സീറ്റ് നേടാൻ ആയില്ല എന്നതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വാർഡ് 1 തലൂരിൽ UDF സ്ഥാനാർത്ഥി ജോസ് ടി ലൂയിസ് ആണ് വിജയിച്ചത്. ജോസ് ടി ലൂയിസ് 411 വോട്ടുകൾ നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ ജോസ് പി എ നേടിയത് 255 വോട്ടുകളാണ്. വാർഡ് 2 തലൂർ പാറപ്പുറത്ത് KS കൃഷ്ണൻകുട്ടി UDF സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചത്. വാർഡ് 3 തലവണിക്കരയിൽ LDF സ്ഥാനാർത്ഥി ആതിര ഹനീഷ് വിജയിച്ചു. വാർഡ് 4 പുലക്കാട്ടുകരയിൽ LDF സ്ഥാനാർത്ഥി സൂര്യ അനീഷ് വിജയിച്ചു. വാർഡ് 5 നെന്മണിക്കരയിൽ സുരേഷ് VR LDF സ്ഥാനാർത്ഥി വിജയിച്ചു. വാർഡ് 6 പാഴായി സീമ മനോജ് LDF വിജയിച്ചു. ചെറുവാളിൽ സജിത സുനിൽ LDF വിജയിച്ചു. വാർഡ് 8 പാഴായി സെൻറ്ററിൽ VR പ്രത്യൂഷ് LDF വിജയിച്ചു. വാർഡ് 9 പാഴായി വെസ്റ്റ് KS സുരേഷ് LDF വിജയിച്ചു. മടവാക്കര വാർഡ് 10 MA ശ്രീനാഥ് LDF വിജയിച്ചു. പാലിയേക്കര VT വിജയലക്ഷ്മി, വാർഡ് 11 പാലിയേക്കര VT വിജയലക്ഷ്മി LDF വിജയിച്ചു. വാർഡ് 12 ചിറ്റിശ്ശേരി സൗത്തിൽ തങ്ക ഭാസ്കരൻ UDF വിജയിക്കുന്നു. എറവക്കാട് അമ്പിളി ആനന്ദ് LDF വിജയിച്ചു. ചിറ്റിശ്ശേരി സെൻറ്റർ നിഷ വേണു LDF വിജയിച്ചു. ചിറ്റിശ്ശേരി നോർത്ത് VS സുജിത്ത് LDF. വാർഡ് 16 കുന്നിശ്ശേരിയിൽ MV ഉദയൻ LDF. അങ്ങനെ 16 വാർഡുകളിൽ 13 സീറ്റിൽ വിജയിച്ച LDF നെന്മണിക്കര പഞ്ചായത്തിൽ ഭരണം നിലനിർത്തുന്നു. 1-ൽ നിന്ന് 3 സീറ്റുകളായി വർദ്ധിപ്പിച്ച് UDF നില മെച്ചപ്പെടുത്തുന്നു. NDA
2025 നെന്മണിക്കര പഞ്ചായത്തിൽ സീറ്റുകൾ നേടാനായില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി നമുക്ക് തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് പോകാം. തൃക്കൂർ പഞ്ചായത്തിൽ നിലവിൽ 20 വാർഡുകളാണുള്ളത്. നിലവിൽ UDF ഭരണം നിലനിൽക്കുന്ന ഈ പഞ്ചായത്തിൽ വീണ്ടും UDFന്റെ തുടർ ഭരണമാണ് കാണുന്നത്. UDF 12 സീറ്റുകളിൽ വിജയം നേടി UDFന്റെ തുടർ ഭരണത്തിലേക്ക് കടന്നിരിക്കുന്നു. LDF 6 സീറ്റുകളിലേക്കും NDA 1 സീറ്റിലും വിജയിച്ചിരിക്കുകയാണ്. വാർഡ് കണക്ക് വിജയിച്ച സ്ഥാനാർത്ഥികളെ നമുക്ക് തിരിച്ചറിയാം. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് കോനിക്കരയിൽ പോൾസൺ തെക്കുംപീടിക UDFൽ നിന്ന് വിജയിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിൽ ഷീബ നികേഷ് NDA സ്ഥാനാർത്ഥി വിജയിച്ചു. വാര്യത്തൊടി 3-ാം വാർഡിൽ പ്രിയ ചന്ദ്രൻ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. 4-ാം വാർഡ് പള്ളിയറയിൽ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ശാന്തി മണികണ്ഠൻ LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് മതിക്കുന്നത്ത് സിന്ധുമോൾ UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. കോട്ടായിയിൽ 6-ാം വാർഡിൽ വിജയിച്ചിരിക്കുന്നത് ജിഷ ഡേവിസ് ആണ് UDF സ്ഥാനാർത്ഥി. 7-ാം വാർഡ് പൂണിശ്ശേരിയിൽ പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. വാർഡ് 8 മാവിൻ ചുവട് സുന്ദരി മോഹൻദാസ് UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. 9-ാം വാർഡിൽ ഭരതയിൽ UDF സ്ഥാനാർത്ഥി സംഗീത ദിവാകരൻ പാലോളിയാണ് വിജയിയായിരിക്കുന്നത്. കള്ളായി 10-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി ഐസൻ ഐസക്കാണ് വിജയിച്ചിരിക്കുന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 11 മുട്ടിത്തടിയാണ്. അവിടെ ജോജു ചാഴുക്കാരൻ UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. സജിത രാജീവ് വാർഡ് 12 കാവല്ലൂരിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. വാർഡ് 13 ആദൂരിൽ നിന്ന് ഷിജു സൈമൺ നമ്പാടൻ എന്ന പേരിൽ ഷിജു ആണ് വിജയിച്ചിരിക്കുന്നത്. ആദൂർ വാർഡ് 13-ൽ UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി 14-ാം വാർഡിൽ നിന്ന് പാലക്കപ്പറമ്പ് നിന്ന് വിജയിച്ചിരിക്കുന്നത് രമണി ചന്ദ്രൻ LDF സ്ഥാനാർത്ഥിയാണ്. 15-ാം വാർഡ് ഞെള്ളൂരിൽ നിന്ന് ഗ്ലാൻസൺ പള്ളിത്തറ UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് കല്ലൂരിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് ധന്യ ഷനോജ് UDF സ്ഥാനാർത്ഥിയാണ്. LDF സ്ഥാനാർത്ഥിയായ KU ഉമേഷ് 17-ാം വാർഡ് നായരങ്ങാടിയിൽ നിന്ന് വിജയിച്ചിരിക്കുകയാണ്. 18-ാം വാർഡായ പാലത്തുപറമ്പ് സന്ദീപ് കണിയത്ത് UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം 19-ാം വാർഡായ അത്താണിയിൽ നിന്ന് മായ രാമചന്ദ്രൻ വിജയിച്ചിരിക്കുകയാണ്. അടുത്തത് അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്താണ്. ഇത്തവണ 19 വാർഡുകളായി അളഗപ്പനഗർ പഞ്ചായത്ത് മാറിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ തവണ UDFന്റെ ഭരണം തന്നെയായിരുന്നു അളഗപ്പനഗർ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. 2025-ലും UDFന്റെ ഒരു ഭരണ തുടർച്ചയാണ് അളഗപ്പനഗർ പഞ്ചായത്തിൽ ഉണ്ടാകുന്നത്. 19 വാർഡുകളിൽ 12 വാർഡുകളിൽ വിജയിച്ചാണ് UDF അളഗപ്പനഗർ പഞ്ചായത്തിൻ്റെ ഭരണം നിലനിർത്തുന്നത്. 7 വാർഡുകളിൽ LDF വിജയിച്ചിരിക്കുന്നു. അളഗപ്പനഗർ പഞ്ചായത്തിലും നെന്മണിക്കര പഞ്ചായത്തിന് സമാനമായി NDAക്ക് ഇത്തവണ അളഗപ്പനഗർ പഞ്ചായത്തിൽ സീറ്റില്ല എന്നത് ശ്രദ്ധേയമാണ്. തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ വിജയം നേടുമ്പോഴും അളഗപ്പനഗർ നെന്മണിക്കര പഞ്ചായത്തുകളിൽ ഇത്തവണയും BJPക്ക് സീറ്റില്ല എന്നത് ശ്രദ്ധേയമാണ്. ഏതായാലും വിവിധ വിജയികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അളഗപ്പനഗർ പഞ്ചായത്തിൽ വാർഡ് 1 അമ്പല്ലൂരിൽ MN രാകേഷ് വിജയിച്ചിരിക്കുന്നു. ഈ വാർഡ് 1ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് K. രാജേശ്വരി നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന K. രാജേശ്വരി വിജയിച്ച അമ്പല്ലൂർ 1-ാം വാർഡ് കഴിഞ്ഞ 25 വർഷമായി രാജേശ്വരി നിലനിർത്തിയിരുന്ന അമ്പല്ലൂർ 1-ാം വാർഡ് ഇത്തവണ രാജേശ്വരിച്ചി മറ്റ് വാർഡിലേക്ക് മാറി മത്സരിക്കുമ്പോൾ അത് UDFന് നഷ്ടമാവുകയാണ്. അമ്പല്ലൂർ 1-ാം വാർഡിൽ MN രാകേഷ് LDF വിജയിച്ചിരിക്കുന്നു. വാർഡ് 2 വെണ്ടൂർ വെസ്റ്റിൽ K. രാജേശ്വരി ഇത്തവണ മത്സരിക്കുന്നത് വാർഡ് 1 പട്ടികജാതി സംവരണമാകുമ്പോൾ K. രാജേശ്വരി ആ വാർഡിൽ നിന്ന് മാറി 2-ാം വാർഡിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെയും വിജയിക്കാൻ രാജേശ്വരിക്ക് കഴിയുന്നു. UDF വെണ്ടൂർ വെസ്റ്റ് വാർഡ് 2 UDF വിജയിച്ചിരിക്കുന്നു. K. രാജേശ്വരി വിജയിച്ചിരിക്കുന്നു. വാർഡ് 3 വെണ്ടൂർ നോർത്ത് സോജിയ പിൻഡോ UDF. വാർഡ് 4 വെണ്ടൂർ സെൻറ്റർ സനൽ മഞ്ഞളി UDF. വാർഡ് 5 മണ്ണമ്പേട്ട വെസ്റ്റ് ഭാഗ്യവതി ചന്ദ്രൻ UDF. വാർഡ് 6 വട്ടനാത്ര K. വിജീഷ് കുമാർ LDF. വാർഡ് 7 പച്ചളിപ്പുറം സുമ ഉണ്ണികൃഷ്ണൻ LDF. വാർഡ് 8 പൂക്കോട് E. ഉഷാദേവി LDF. വാർഡ് 9 മണ്ണമ്പേട്ട ഈസ്റ്റ് ലിറ്റി മേജോ UDF. വാർഡ് 10 ചുക്കിരിക്കുന്ന് അലക്സ് ചുക്കിരി UDF. വാർഡ് 11 പാലക്കുന്ന് ഹരിദാസൻ KK UDF. വാർഡ് 12 പയ്യാക്കര ഷൈനി ജിജോ UDF. വാർഡ് 13 വരാക്കര ജിൻസി ബിജു പുന്നക്കര UDF. വാർഡ് 14 പുളിഞ്ചോട് UDF സിനി ബിജു. വാർഡ് 15 LDF
വാർഡ് 15 കാളക്കല്ല് LDF VK വിനീഷ്, വാർഡ് 16 തെക്കേക്കര സാഹിത്യ ജിതേഷ് LDF, വാർഡ് 17 വളഞ്ഞൂപ്പാടം TT ബെന്നി മാസ്റ്റർ UDF, വാർഡ് 18 ചുങ്കം സജന ഷിബു LDF, വാർഡ് 19 അളകപ്പനഗർ TL പ്രിൻസൻ UDF. അങ്ങനെ 19-ൽ 12 സീറ്റുകൾ നേടി UDF അളകപ്പനഗർ പഞ്ചായത്തിൽ ഭരണം നിലനിർത്തുന്നു. LDF 7 സീറ്റിൽ ഒതുങ്ങിയിരിക്കുന്നു. നേരെ നമുക്ക് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലേക്ക് വരാം. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ LDFന്റെ ഭരണമാണ് നടക്കുന്നത്. ഇപ്പോൾ 25ഓളം വാർഡുകളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. 24 വാർഡ് അല്ലെ, 24 വാർഡുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലാണ് റിസൾട്ട് വരുന്നത്. അതിൽ വിജയിച്ച സ്ഥാനാർത്ഥികളെ അറിയാം. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഭരണം LDFന് നഷ്ടമാവുകയാണ്. അവിടെ UDF വരന്തരപ്പള്ളി പഞ്ചായത്ത് തിരിച്ചു പിടിക്കുകയാണ്. ഒരുപക്ഷെ ജില്ലയിൽ അപൂർവമായിട്ടുണ്ടായിട്ടുള്ള, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ അളകപ്പനഗറിലും നെന്മണിക്കരയിലും തൃക്കൂരുമൊക്കെ ഭരണം നിലനിർത്തുന്ന ഭരണ സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ വരന്തരപ്പള്ളിയിൽ ഒരു ഭരണമാറ്റം വരികയാണ്. ഇപ്പോൾ UDF 11, LDF 7, NDA 5 എന്ന നിലയിലാണ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നു. 13 എന്ന ഭരണത്തിന് വേണ്ട 13 എന്ന സംഖ്യയിലേക്ക് എത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഏറ്റവും വലിയ കക്ഷിയായി UDF ആണ് അവിടെ 11 എന്ന നമ്പറിലേക്ക് എത്തുന്നത്. ഓക്കെ ആൻഡോ, നമുക്ക് എന്തായാലും വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലേക്ക് കടക്കാം. വാർഡ് 1 വണ്ടാന്തോൾ ഷിൽജി സുധീഷ് ഞെരിഞ്ഞാംപിള്ളിയാണ് UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചിരിക്കുന്നത്. വാർഡ് 2-ൽ നിന്ന് കോരനോടി മീന മദനനാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. വാർഡ് 3 വരന്തരപ്പള്ളി നോർത്ത് സത്താർ LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി വരന്തരപ്പള്ളി വാർഡ് 4 വടക്കുമുറിയിൽ നിന്ന് വിജിത ജയദീപൻ വിജയിച്ചിരിക്കുകയാണ്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് വേലുപ്പാടം മഠം UDF സ്ഥാനാർത്ഥി സുധിനി രാജീവനാണ് വിജയിച്ചിരിക്കുന്നത്. UDFന്റെ അന്തോണി പൊന്നാരി 6-ാം വാർഡിൽ നിന്ന് വേലുപ്പാടത്ത് നിന്ന് വിജയിച്ചിരിക്കുന്നു. 7-ാം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുഹറ മജീദാണ് വിജയിച്ചിരിക്കുന്നത്. പുലിക്കണ്ണിയിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് സുഹറ മജീദ്. 8-ാം വാർഡ് പാലപ്പള്ളിയിൽ നിന്ന് സതി രവി UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. വാർഡ് 9 എച്ചിപ്പാറയിൽ നിന്ന് ഷാദിയ അഫ്സൽ എന്ന UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡിൽ കുണ്ടായി എന്ന വാർഡിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് സിനീഷ് MS എന്ന LDF സ്ഥാനാർത്ഥിയാണ്. കന്നാറ്റുപാടം വാർഡ് 11-ൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് KS ജിഷാദാണ് UDF സ്ഥാനാർത്ഥി. ഇഞ്ചക്കുണ്ട് വാർഡ് 12-ൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് റോസ്ലി തോമസ് എന്ന LDF സ്ഥാനാർത്ഥിയാണ്. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലില്ലി ബേബി വാർഡ് 13 മുപ്ലേത്ത് നിന്ന് വിജയിച്ചിരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആൻസി തോമസ് ആണ് പൗണ്ട് കാരിക്കുളം കടവിൽ നിന്ന് 14-ാം വാർഡിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത്. ആൻസി തോമസ് ആണ്. LDF സ്ഥാനാർത്ഥി ബിന്ദു ബഷീർ വിജയിച്ചിരിക്കുന്നത് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡ് കലവറക്കുന്ന് നിന്നാണ്. ഇനി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് NDA സ്ഥാനാർത്ഥിയാണ് മുകുന്ദൻ പാലത്തിങ്കലാണ് വിജയിച്ചിരിക്കുന്നത്. പിടിക്കപ്പറമ്പ് നിന്ന് മുകുന്ദൻ പാലത്തിങ്കൽ. 17-ാം വാർഡ് കുഞ്ഞക്കരയിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് നിവേദ്യ സജൽ എന്ന LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായ അരുൺ VB വിജയിച്ചിരിക്കുന്നത് 18-ാം വാർഡ് മാഞ്ഞൂരിൽ നിന്നാണ്. ബിന്ദു പ്രിയൻ തെക്കുമുറിയിൽ നിന്ന് 19-ാം വാർഡിൽ നിന്ന് NDA സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുകയാണ്. സാന്റോ നന്ദിപുലം UDF സ്ഥാനാർത്ഥി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 20-ാം വാർഡ് നന്ദിപുലത്ത് നിന്ന് വിജയിച്ചിരിക്കുന്നു. 21-ാം വാർഡ് ആറ്റപ്പള്ളിയാണ്. രജനി ശിവരാമൻ എന്ന LDF സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. ഷീബ സന്ദീപ് LDF സ്ഥാനാർത്ഥി വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മാട്ടുമല 22-ാം വാർഡിൽ നിന്ന് വിജയം നേടിയിരിക്കുന്നു. വരന്തരപ്പള്ളി സൗത്തിൽ നിന്ന് വാർഡ് 23-ൽ നിന്ന് മെൽബിൻ എന്ന NDA സ്ഥാനാർത്ഥിയാണ് വിജയം നേടിയിരിക്കുന്നത്. ഇനി ലൈസ എന്ന UDF സ്ഥാനാർത്ഥി മാട്ടിൽ ദേശം 24-ാം വാർഡിൽ നിന്നും വിജയം നേടിയിരിക്കുകയാണ്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വിജയചിത്രം. വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഇത്തവണ LDF ഭരണത്തിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യമാണ്. UDF 11 സീറ്റുകളോടെ അവിടെ ഏറ്റവും വലിയ കക്ഷിയായി മാറിയിരിക്കുന്നു. അടുത്തതായി നമ്മൾ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം UDF ഭരിച്ചിരുന്ന പഞ്ചായത്താണ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത്. ഇത്തവണ അവിടെ 17 വാർഡുകളാണ് പുതുക്കാട് പഞ്ചായത്തിൽ ഉള്ളത്. നേരത്തെ 16 എന്നുള്ളത് 17 ആയിട്ട് മാറുമ്പോൾ 17-ൽ 9 സീറ്റുകളാണ്
ഭൂരിപക്ഷത്തിന് വേണ്ടതെങ്കിൽ 8-ലാണ് UDF എത്തിയിരിക്കുന്നത്. UDF ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരിക്കുന്നത്. LDFന് 4 സീറ്റും NDAയ്ക്കും 4 സീറ്റാണ് അവിടെ ലഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി അവിടെ വിജയിച്ചിട്ടുണ്ട്. ഈ സ്വതന്ത്രൻ്റെ നിലപാടായിരിക്കാം ഒരുപക്ഷെ UDFന് അനുകൂലമാകുന്നെങ്കിൽ UDF ഭരണ തുടർച്ച പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും വിജയിച്ച സ്ഥാനാർത്ഥികളെ ഒന്ന് പരിചയപ്പെടുകയാണെങ്കിൽ വാർഡ് 1 വടക്കേത്തുറവ് ബീന ഷാബു LDF, വാർഡ് 2 പുതുക്കാട് ജോളി ചുക്കിരി UDF, വാർഡ് 3 പവർ സ്റ്റേഷൻ സിജു പയ്യപ്പള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചിരിക്കുന്നു. വാർഡ് 4 കാഞ്ഞൂരിൽ സുനന്ദ ശശി LDF, വാർഡ് 5 കണ്ണമ്പത്തൂർ ജയൻ തെക്കുപുറം UDF, വാർഡ് 6 സ്നേഹപുരം ശ്രീജ രാജേഷ് LDF, വാർഡ് 8 വളഞ്ഞൂപ്പാടം സതി രജീഷ് LDF, വാർഡ് 8 ശാന്തിനഗർ രാജു തളിയപ്പറമ്പിൽ UDF, വാർഡ് 9 സൂര്യഗ്രാമം രതി ബാബു UDF, വാർഡ് 10 ചെങ്ങാലൂർ PS മനീഷ UDF, വാർഡ് 11 കുണ്ടുകടവ് ലിനി ബിജു UDF, വാർഡ് 12 SN പുരം ഉണ്ണികൃഷ്ണൻ ബേബി കീടായിൽ BJP സ്ഥാനാർത്ഥി, വാർഡ് 13 രണ്ടാം കല്ല് ജോയ് മഞ്ഞളി NDA, വാർഡ് 14 ചാക്കോച്ചിറ ജോഷി ജോയ് UDF, വാർഡ് 15 കുറുമാലി KJ ജോജു UDF, വാർഡ് 16 തെക്കേത്തുറവ് ശരത് PV NDA, വാർഡ് 17 ബ്ലോക്ക് ഓഫീസ് സൗമ്യ ടീച്ചർ NDA. അങ്ങനെ വാർഡ് 8 വാർഡുകളിൽ UDF, 4 വാർഡുകളിൽ LDF, 4 വാർഡുകളിൽ NDA, ഒരു സ്വതന്ത്രൻ. അങ്ങനെയാണ് പുതുക്കാട് പഞ്ചായത്തിൻ്റെ ഒരു ചിത്രം. ആൻഡോ, നമ്മളിനി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് കടക്കാം. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ 18 വാർഡുകൾ ഉണ്ടായിരുന്നത് 19 വാർഡുകളായി മാറി. ഈ പ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 5 UDF സ്ഥാനാർത്ഥികളും 11 LDF സ്ഥാനാർത്ഥികളും 2 NDA സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജീന എന്ന LDF സ്ഥാനാർത്ഥിയാണ്. 1-ാം വാർഡ് മുളങ്ങാണ്. മുളങ്ങ് നിന്ന് ജീനയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2-ാം വാർഡ് പറപ്പൂക്കര പള്ളത്ത് നിന്ന് NDA സ്ഥാനാർത്ഥി ലതയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡ് രാപ്പാളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് NDA സ്ഥാനാർത്ഥിയായ വാസന്തിയാണ്. 4-ാം വാർഡായ കുറുമാലിയിൽ നിന്ന് രഞ്ജിനി എന്ന LDF സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡ് നെല്ലായിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് UDF സ്ഥാനാർത്ഥി KK രാജനാണ്. 6-ാം വാർഡായ പന്തല്ലൂരിൽ അജിത എന്ന LDF സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 7-ാം വാർഡായ ഉളുമ്പത്തുകുന്നിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ K സുധാകരനാണ് ജനവിധിയിൽ ഒന്നാമതെത്തിയത്. ഇനി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് ആലത്തൂർ സൗത്തിൽ A രാജീവ് LDF സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 8-ാം വാർഡ് ആലത്തൂർ സൗത്തിൽ. 9-ാം വാർഡ് ആലത്തൂർ നോർത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പ്രവീണ മനോജ് എന്ന LDF സ്ഥാനാർത്ഥിയാണ്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡ് കൊളത്തൂരാണ്. നന്ദിനി രമേശൻ UDF സ്ഥാനാർത്ഥിയെയാണ് ജനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 11-ാം വാർഡായ വയലൂരിൽ KA വേലായുധൻ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 12-ാം വാർഡായ നന്ദിക്കരയിൽ KS ജോൺസൺ UDF സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡ് നന്ദിക്കരയിൽ KS ജോൺസൺ. 13-ാം വാർഡ് പോങ്കോത്രയിൽ സുനിത രാജീവൻ LDF സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 14-ാം വാർഡായ മുത്രത്തിക്കരയിലും LDF സ്ഥാനാർത്ഥിയാണ് ബിന്ദു സുരേഷാണ്. 15-ാം വാർഡ് മുത്രത്തിക്കര വെസ്റ്റിലും LDF സ്ഥാനാർത്ഥി തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നയന ശ്യാമാണ് അവിടെ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പറപ്പൂക്കര പഞ്ചായത്തിലെ 16-ാം വാർഡ് പറപ്പൂക്കര ശ്രീകുമാർ എന്ന UDF സ്ഥാനാർത്ഥിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പറപ്പൂക്കര നെടുമ്പാളിൽ നിന്ന് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ബീന സുരേന്ദ്രനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ തൊട്ടിപ്പാൾ സൗത്ത് 18-ാം വാർഡിൽ നിന്ന് LDF സ്ഥാനാർത്ഥി ഷാജു കോമ്പാറക്കാരനാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല തൊട്ടിപ്പാൾ നോർത്ത് 19-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ പുതിയൊരു വാർഡ് കൂടി കൂട്ടിച്ചേർക്കപ്പെട്ട് 19 വാർഡുകളിലെയും തെരഞ്ഞെടുപ്പ് ഫലം അന്തിമമായിരിക്കുന്നു. പറപ്പൂക്കര പഞ്ചായത്ത് LDF ഭരണം നിലനിർത്തുകയാണ്. അവിടെ 11 LDF 11 UDF 5 NDA 2 ഒരു സ്വതന്ത്രൻ. ഇനി നമുക്ക് മുരിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ
ഒരു ചിത്രം നോക്കുകയാണെങ്കിൽ മുരിയാട് ഗ്രാമപഞ്ചായത്ത് LDFൻ്റെ തുടർ ഭരണം തന്നെയാണ് മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകുന്നത്. 18 വാർഡുകളിൽ 12ഇടത്തും LDF വിജയിച്ചിരിക്കുന്നു. 5 വാർഡുകളിൽ UDF വിജയിച്ചിരിക്കുന്നു. ഒരു സീറ്റിൽ NDAയും മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ചിരിക്കുന്നു. വാർഡ് 1 വില്ലേരിക്കര സുനിൽകുമാർ AS LDF സ്ഥാനാർത്ഥി വിജയിച്ചു. വാർഡ് 2 പാലക്കുഴിയിൽ ഷൈജു VR LDF. വാർഡ് 3 തുറയിലക്കാട് അജീഷ് കുഞ്ഞൻ UDF. വാർഡ് 4 പാറേക്കാട്ടുകര സരള വിക്രമൻ LDF. വാർഡ് 5 കുന്നത്തറ ജസ്റ്റിൻ ജോർജ് UDF. വാർഡ് 6 വട്ടപ്പറമ്പ് ബിന്ദു ടീച്ചർ LDF. വാർഡ് 7 മുരിയാട് സെൻറ്റർ സുമിത ടീച്ചർ LDF. വാർഡ് 8 തങ്കരാജ് നഗർ സുനിത മുരളി LDF. വാർഡ് 9 ആനുരുളി സുരേഷ് ബാബു KK LDF. വാർഡ് 10 പുല്ലൂർ അണ്ടിക്കമ്പനി ഷാരി വീനസ് UDF. വാർഡ് 11 ഊരകം ഈസ്റ്റ് അഞ്ജലി ഷാബു പൊഴോലിപ്പറമ്പിൽ LDF. വാർഡ് 12 ഊരകം വെസ്റ്റ് തോമസ് തത്തംപിള്ളി UDF. വാർഡ് 13 മുല്ലക്കാട് ജ്യോതി സരീൻ NDA. വാർഡ് 14 തുറവൻകാട് തോമസ് തൊകലത്ത് UDF. വാർഡ് 15 മിഷൻ ഹോസ്പിറ്റൽ TK ശശി LDF. വാർഡ് 16 ചേർപ്പുകുന്ന് നിഖിത അനൂപ് LDF. വാർഡ് 17 കാപ്പാറ ഷീജ മോഹനൻ LDF. വാർഡ് 18 ആനന്ദപുരം സെൻറ്റർ ജോൺസൺ AM LDF. അങ്ങനെ 18 വാർഡുകളിൽ 12 വാർഡുകൾ നേടിക്കൊണ്ട് മുരിയാട് ഗ്രാമപഞ്ചായത്തിൽ LDFൻ്റെ ഭരണ തുടർച്ചയാണ്. UDF 5 സീറ്റുകൾ നേടുന്നു. NDA ഒരു സീറ്റിൽ വിജയിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥി ഒരു സീറ്റിൽ വിജയിക്കുന്നു. ഇതാണ് മുരിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ചിത്രം. ആൻഡോ, ഇനി കൊടകര പഞ്ചായത്തിലേക്കല്ലേ നമ്മൾ കടക്കുന്നത്? കൊടകരയിൽ ചിത്രം വളരെ വ്യത്യസ്തമായിട്ട് ആൻഡോ അത് വളരെ ആശ്ചര്യജനകമായിട്ട് പറയുകയുണ്ടായി. നിലവിൽ 19, 12 എന്നീ 19-ൽ 12 സീറ്റുകളും LDFന് ഒപ്പമായിരുന്നു എന്നുള്ളതാണ്. ഒരു വാർഡ് കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട് കൊടകര ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. എന്നാൽ ആ ഒരു 19-ൽ 12 എന്നുള്ളത് ഇന്ന് 20-ൽ 7 LDF ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്രാവശ്യം നഷ്ടമാവുകയാണ്. അതിൽ തന്നെ നമുക്ക് അന്തിമ ഫലം വരുന്ന സമയത്ത് കൊടകര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്ന് കൊടകര വെസ്റ്റ് നിന്ന് വിനയൻ തോട്ടാപ്പിള്ളിയാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. 2-ാം വാർഡ് കാവുംതറയിൽ നിന്ന് അഭിലാഷ് LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. കോനിക്കര ഈസ്റ്റ് 3-ാം വാർഡിൽ നിന്ന് മിനി ദാസൻ എന്ന UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. 4-ാം വാർഡ് കൊടകര ഗ്രാമപഞ്ചായത്ത് NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആശ രാംദാസ് അഴകത്ത് നിന്ന് വിജയിച്ചിരിക്കുന്നു. 5-ാം വാർഡ് വല്ലപ്പാടിയിൽ നിന്ന് ലിജോ കളത്തിങ്കൽ LDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു. 6-ാം വാർഡ് പേരാമ്പ്ര നോർത്തിൽ നിന്ന് ഗിരിജ ശ്യാംലാൽ എന്ന UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു. ജിൻസി റാഫി 7-ാം വാർഡിൽ നിന്ന് ചിറക്കഴ നിന്ന് UDF സ്ഥാനാർത്ഥി വിജയിക്കുമ്പോൾ 8-ാം വാർഡിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് NDA സ്ഥാനാർത്ഥി കനകമലയിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത് ദിവ്യ ഷിജു എന്ന NDA സ്ഥാനാർത്ഥിയാണ്. തേശ്ശേരി 9-ാം വാർഡിൽ നിന്ന് UDF സ്ഥാനാർത്ഥി ലിൻഡോ കരുത്തിയാണ് വിജയിച്ചിരിക്കുന്നത്. 10-ാം വാർഡിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജോയ് നെല്ലിശ്ശേരി പഴമ്പിള്ളിയിൽ നിന്ന് വിജയിച്ചിരിക്കുകയാണ്. 7, 7, 5, 1 എന്നുള്ളതാണ് കക്ഷിനില. 7 UDF, 7 LDF, 5 NDA, ഒരു സ്വതന്ത്രൻ. UDFനോ LDFനോ ഭരണം പിടിക്കണമെന്നുണ്ടെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ, അതായത് നമ്മുടെ ജോയ് നെല്ലിശ്ശേരിയുടെ തീരുമാനം പ്രധാനമായിരിക്കും. 11-ാം വാർഡായ പേരാമ്പ്ര സൗത്തിൽ നിന്ന് കൊടകര ഗ്രാമപഞ്ചായത്തിൽ പ്രനില ഗിരീഷിനാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി 12-ാം വാർഡിൽ നിന്ന് TV പ്രജിത്ത് നാടുകുന്നിൽ നിന്ന് വിജയിച്ചിരിക്കുന്നു. സുമി ബിജു വാർഡ് 13 പേരാമ്പ്ര വെസ്റ്റിൽ നിന്ന് NDA സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ മരത്തംപിള്ളിയിൽ നിന്ന് 14-ാം വാർഡിൽ നിന്ന് വിദ്യ സുനിൽകുമാറാണ് NDA സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. 15-ാം വാർഡ് ശക്തി നഗറിൽ നിന്ന് ബിജി ഡേവിസ് UDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. 16-ാം വാർഡ് ആനത്തടത്ത് നിന്ന് CM ബബീഷാണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത്. കൊടകര ഗ്രാമപഞ്ചായത്തിലെ പുലിപ്പാറ എന്ന് പറയുന്ന വാർഡിൽ നിന്ന് സ്മിത മനോജ് LDF സ്ഥാനാർത്ഥി വാർഡ് 17-ൽ നിന്ന് വിജയിച്ചിരിക്കുന്നു. കാരൂർ 18-ാം വാർഡിൽ നിന്ന് അഡ്വക്കേറ്റ് നയൽ പ്രസാദ് LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിരിക്കുന്നത്. LDFന്റെ KK സുരേഷ് 19-ാം വാർഡിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. LDFന്റെ റോസ്ലി പാപ്പച്ചൻ വഴിയമ്പലം 20-ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ പൊതുചിത്രം തെളിഞ്ഞു.
കൊടകര ഗ്രാമപഞ്ചായത്തിൽ ആർക്കും ഒരു വ്യക്തമായ ഭൂരിപക്ഷം എത്താൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും സ്വതന്ത്രൻ്റെ നിലപാട് അത് രാഷ്ട്രീയ നിലപാടുകൾ അത് ആർക്ക് അനുകൂലമാകുമെന്ന് നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഏതായാലും LDFന് ഭരണം നഷ്ടപ്പെടുകയാണ്. സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ 5 സീറ്റുകളാണ് 2020 നിന്ന് കുറവ് വരുന്നത് LDFന്. ഏതായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ രാഷ്ട്രീയ ചർച്ചകൾ കൊടകരയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തതായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നമുക്കറിയാം 24 വാർഡുകളാണ് നിലവിൽ. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വലിയ ഒരു ഭൂവിസ്തൃതി കൊണ്ട് തന്നെ വലിയ പഞ്ചായത്തുകളിലൊന്നാണ് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത്. ഒപ്പം തന്നെ അവിടെയും LDF ആണ് അവിടെ വിജയിച്ചിരുന്നത്, അല്ലെങ്കിൽ ഭരണമുണ്ടായിരുന്നത്. ഇത്തവണ LDFന് ഒരു വലിയ ഒറ്റക്കക്ഷിയാകാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ്. ഭരണം പിടിച്ചെടുക്കാൻ, ഭരണത്തിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കാണേണ്ടി വരും. LDF 10 സീറ്റാണ് അവിടെ നേടിയിട്ടുള്ളത്. UDF 8 സീറ്റ് നേടിയിട്ടുണ്ട് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ. NDA 4 സീറ്റ് നേടിയിട്ടുണ്ട്. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ഈ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നമുക്ക് പ്രായോഗികമായി നോക്കുകയാണെങ്കിൽ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ UDFനൊപ്പം ചേരാൻ ഒരു നിലപാടെടുക്കേണ്ടി വന്നാൽ അവിടെ ഒരു തുല്യത വരുന്ന ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു അന്തിമമായിട്ടുള്ള ഒരു ഭരണം കിട്ടിയെന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു സാഹചര്യമുള്ളത്. മറ്റത്തൂരിൽ LDF 10, UDF 8, NDA 4, അതേഴ്സ് 2 എന്ന നിലയിലാണ് നിൽക്കുന്നത്. നമുക്ക് സ്ഥാനാർത്ഥികളെ ഒന്ന് പരിചയപ്പെടുകയാണെങ്കിൽ, വിജയിച്ച സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുകയാണെങ്കിൽ, വാർഡ് 1 നൂലുവള്ളിയിൽ സുനിൽകുമാർ ചിന്നങ്ങത്ത് NDA വിജയിക്കുന്നു, BJP സ്ഥാനാർത്ഥി. വാർഡ് 2 നാടിപ്പാറയിൽ സതീഷ് കുമാർ മയ്യാടൻ LDF വിജയിച്ചു. വാർഡ് 3 കൊരേച്ചാലിൽ അതുൽ കൃഷ്ണ വെട്ടിയാട്ടിൽ NDA വിജയിച്ചു. വാർഡ് 4 3 മുറിയിൽ ടെസി ജോസ് കല്ലറയ്ക്കൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. വാർഡ് 5 വടക്കേ കോടാലി റെനി KR LDF സ്ഥാനാർത്ഥിയാണ്. വാർഡ് 6 ഇഞ്ചക്കുണ്ട് ലിൻഡോ പള്ളിപ്പറമ്പൻ UDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. വാർഡ് 7 മുരിക്കങ്ങലിൽ നൂർജഹാൻ നവാസ് UDF സ്ഥാനാർത്ഥി വിജയിച്ചു. വാർഡ് 8 കിഴക്കേ കോടാലിയിൽ ജിസി പൗലോസ് LDF സ്ഥാനാർത്ഥി വിജയിച്ചു. വാർഡ് 9 കൊടുങ്ങയിൽ സുമ ആന്റണി UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു. വാർഡ് 10 ചൊക്കനയിൽ റഫീഖ് AA LDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു. വാർഡ് 11 വെള്ളിക്കുളങ്ങരയിൽ ഔസഫ് KR സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നു. കോപ്ലിപ്പാടം വാർഡ് 12 മിനി ടീച്ചർ UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു. വാർഡ് 13 മോനുടിയിൽ LDF സ്ഥാനാർത്ഥി നിത KG വിജയിച്ചു. വാർഡ് 14 കടമ്പോട് PS അംബുജാക്ഷൻ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. വാർഡ് 15 തെക്കേ കോടാലിയിൽ ഷീജ അജിത്ത് NDA സ്ഥാനാർത്ഥി വിജയിക്കുന്നു. വാർഡ് 16 മാങ്കുറ്റിപ്പാടത്ത് ശ്രീജ ടീച്ചർ UDF സ്ഥാനാർത്ഥി വിജയിച്ചു. വാർഡ് 17 ഒൻപതുങ്ങൽ സിജി രാജേഷ് UDF സ്ഥാനാർത്ഥി വിജയിച്ചു. വാർഡ് 18 അവിട്ടപ്പള്ളിയിൽ ബിന്ദു മനോജ് കുമാർ LDF സ്ഥാനാർത്ഥി വിജയിക്കുന്നു. വാർഡ് 19 കാവനാട് KR ശശികുമാർ മാസ്റ്റർ LDF സ്ഥാനാർത്ഥി വിജയിച്ചു. വാർഡ് 20 അശ്വതി സുബീഷ് NDA സ്ഥാനാർത്ഥി വിജയിച്ചു. വാർഡ് 21 മൂലംകുടം CC ബിജു LDF സ്ഥാനാർത്ഥി വിജയിച്ചു. വാർഡ് 22 വാസുപുരത്ത് UDF സ്ഥാനാർത്ഥി CB പൗലോസ് വിജയിച്ചു. വാർഡ് 23 ചുങ്കാലിൽ UDF സ്ഥാനാർത്ഥി അക്ഷയ് സന്തോഷ് വിജയിക്കുന്നു. വാർഡ് 24 ചെമ്പൂച്ചിറ ഷാജൻ PR LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. അങ്ങനെ ഭരണത്തിലേക്ക് എത്താൻ വേണ്ട 13 എന്ന നമ്പറിലേക്ക് എത്താൻ ആർക്കും സാധിച്ചിട്ടില്ല. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി LDF തന്നെ തുടരുന്നു. 10 സീറ്റിൽ 8 സീറ്റിൽ UDFും 4 സീറ്റിൽ NDAയും 2 സീറ്റിൽ സ്വതന്ത്രന്മാരുമുണ്ട്. സ്വതന്ത്രന്മാരുടെ നിലപാട് മറ്റത്തൂർ പഞ്ചായത്തിലും ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. 20 വാർഡുകളുള്ള കൊടകര പഞ്ചായത്തിൽ UDFും LDFും 7 വീതം വാർഡുകൾ നേടി. 5 വാർഡുകളിൽ BJPയും 1 സ്വതന്ത്രനും വിജയിച്ചു. കഴിഞ്ഞ ഭരണസമിതിയിലെ 19 അംഗങ്ങളിൽ LDF 12, BJP 4, UDF 3 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഇത്തവണ 1 സീറ്റ് കൂടുതൽ നേടി BJPയും 3 വാർഡുകൾ കൂടുതൽ നേടി UDFും നില മെച്ചപ്പെടുത്തിയപ്പോൾ LDFന്റെ അംഗബലം 12 നിന്ന് 7 കുറയുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ 2 ഭരണസമിതികളിലും CPMനെ പ്രതിനിധീകരിച്ചിരുന്ന ജോയ് നെല്ലിശ്ശേരിയാണ് ഇത്തവണ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചത്. ഭരണ നേതൃത്വം തീരുമാനിക്കുന്നതിൽ സ്വതന്ത്രന്റെ നിലപാട് നിർണായകമാകും. ഭരണം നിലനിർത്താനായി LDFും പിടിച്ചെടുക്കാൻ UDF NDA മുന്നണികളും വീറോടെ മാറ്റുരച്ച മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷം ലഭിച്ചില്ല. 24 അംഗ ഭരണസമിതിയിലേക്ക് LDF 10, UDF 8, NDA 4, സ്വതന്ത്രർ 2 എന്നിങ്ങനെയാണ് സീറ്റുകൾ ലഭിച്ചത്. സ്വതന്ത്രരായി വിജയിച്ച 2 പേർ പിന്തുണച്ചാലും
ഭരണ നേതൃത്വം കൈയാളാനുള്ള ഭൂരിപക്ഷം ഇരു മുന്നണികൾക്കും ലഭിക്കില്ല. കഴിഞ്ഞ ഭരണസമിതിയിൽ 14 അംഗങ്ങളുണ്ടായിരുന്ന LDF ഇത്തവണ 10ലേക്ക് ചുരുങ്ങി. അതേസമയം 5 അംഗങ്ങളുണ്ടായിരുന്ന കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി. 4 അംഗങ്ങളുണ്ടായിരുന്ന BJP ഇത്തവണയും 4 പേരെ വിജയിപ്പിച്ചു. കഴിഞ്ഞ തവണ BJP വിജയിച്ച കടമ്പോട്, ഇഞ്ചക്കുണ്ട് വാർഡുകൾ നഷ്ടമായെങ്കിലും പകരം കൊരേച്ചാൽ, നൂലുവള്ളി വാർഡുകൾ CPM-ൽ നിന്ന് പിടിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞു. CPM-ന് സിറ്റിംഗ് വാർഡുകൾ പലതും നഷ്ടമായി. കഴിഞ്ഞ തവണ വിജയിച്ച നൂലുവള്ളി, കൊരേച്ചാൽ, ഒൻപതുങ്ങൽ, വാസുപുരം വാർഡുകളാണ് നിലനിർത്താനാകാതെ പോയത്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ കളത്തിലിറങ്ങിയ 2 പേരാണ് വെള്ളിക്കുളങ്ങര, മൂന്നുമുറി വാർഡുകളിൽ നിന്ന് സ്വതന്ത്രരായി മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം നിലനിർത്തി LDF. ആകെയുള്ള 16 വാർഡുകളിൽ UDF 6, LDF 10, NDA 0, സ്വതന്ത്രൻ 0 എന്നിങ്ങനെയാണ് കക്ഷിനില. വാർഡ് 1 തലൂർ ഡിവിഷനിൽ സിന്ധു സുബ്രഹ്മണ്യൻ LDF വിജയിച്ചു. വാർഡ് 2 തൃക്കൂർ ഡിവിഷനിൽ അമൃതവല്ലി LDF വിജയിച്ചു. കല്ലൂരിൽ ജെറോൺ ജോൺ UDF വിജയിച്ചു. പാലപ്പിള്ളിയിൽ KS ഫവാസ് LDF വിജയിച്ചു. പള്ളിക്കുന്ന് റെജി ജോർജ് UDF വിജയിച്ചു. വരന്തരപ്പള്ളി ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി LDF വിജയിച്ചു. മുപ്ലിയത്ത് PC സുബ്രൻ LDF-ന് വേണ്ടി വിജയിച്ചു. കോടാലിയിൽ സവിത ജനൻ LDF-ന്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു. വെള്ളിക്കുളങ്ങരയിൽ പ്രവീൺ മാഷ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു. മറ്റത്തൂരിൽ അശ്വതി വിബി, നിലവിലെ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന അശ്വതി വിബി LDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു. പേരാമ്പ്ര ജസ്റ്റിൻ പൊന്മിനിശ്ശേരി UDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു. 12 കൊടകരയിൽ സ്വപ്ന സത്യൻ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു. സ്നേഹപുരത്ത് ഷാജു കാളിയങ്കര UDF സ്ഥാനാർത്ഥിയായും അളഗപ്പനഗർ PS ദിനൽ UDF സ്ഥാനാർത്ഥിയായും വിജയിച്ചു. അമ്പല്ലൂരിൽ CK ബിന്ദു ടീച്ചർ LDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു. പുതുക്കാട് ഷിൻഡ സനോജ് LDF സ്ഥാനാർത്ഥിയായി വിജയിച്ചു. ജില്ലാ പഞ്ചായത്ത് പുത്തൂർ ഡിവിഷനിൽ UDF-ന്റെ EA ഓമന വിജയിച്ചു. അമ്പല്ലൂർ ഡിവിഷനിൽ LDF-ന്റെ ഷീല ടീച്ചറും, കൊടകര ഡിവിഷനിൽ KJ ഡിക്സനും, പറപ്പൂക്കര ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥി അമ്പിളി വേണുവുമാണ് വിജയിച്ചത്. പറപ്പൂക്കര സ്വദേശികളായ എടത്തിപ്പറമ്പിൽ വീട്ടിൽ കുട്ടൻ എന്നറിയപ്പെടുന്ന രോഹിത്, പോപ്പി എന്നറിയപ്പെടുന്ന കിഴക്കൂട്ട് വീട്ടിൽ വിപിൻ, തറക്കൽ വീട്ടിൽ ഗിരീഷ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാണ്ഡ്യത്ത് വീട്ടിൽ അഖിലിനെ വെള്ളിയാഴ്ച രാത്രി പറപ്പൂക്കരയിൽ വെച്ച മാരകായുധമായ കത്തി ഉപയോഗിച്ച് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് അറസ്റ്റ്. രോഹിത്തിന്റെ സഹോദരിയെ അഖിൽ ശല്യം ചെയ്തതിന്റെ വൈരാഗ്യത്താലാണ് അഖിലിനെ കൊലപ്പെടുത്തിയത്. രോഹിത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് ബീഡി വലിച്ച ഒരു കേസിലെ പ്രതിയാണ്. വിപിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വധശ്രമ കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരടക്കം 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. പുതുക്കാട് പോലീസ് സ്റ്റേഷൻ SHO ആദം ഖാൻ, SI-മാരായ പ്രദീപ്, PV പാട്രിക്, വിഷ്ണു, GSI-മാരായ അനന്തകുമാർ, പ്രസന്നൻ, ഡ്രൈവർ ASI ആൻഡോ, GSSPO ദീപക്, CPO യദു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 60 കിലോ ചന്ദനത്തടികളുമായി ഒരാൾ പിടിയിൽ. വെട്ടുകാട് പുത്തൻകാട് സ്വദേശി കരിപ്പാശ്ശേരി രാഘവന്റെ വീട്ടിൽ നിന്നാണ് അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 60 കിലോ ചന്ദനത്തടികൾ മണമംഗലം വനം വകുപ്പ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും സംഘവും പിടികൂടിയത്. സംഭവത്തിൽ രാഘവനെ കസ്റ്റഡിയിലെടുത്തു. പിടികൂടിയ ചന്ദനത്തടികൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി തൊലി ചെത്തിയൊരുക്കിയ നിലയിലാണ് ഉണ്ടായിരുന്നത്. മണമംഗലം ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M ഷാജഹാൻ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാർ MP, രാജേഷ് S, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ TU രാജ്കുമാർ, ദീപു KV, ഷിജു KS, രാഹുൽ ശങ്കർ, ബിജേഷ് MB, അനിൽകുമാർ KS എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പായാൽ പലർക്കുമുള്ള സംശയമാണ് എത്രയാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ ശമ്പളം. റിപ്പോർട്ടിലേക്ക്. തദ്ദേശ സ്ഥാപന തിരഞ്ഞെടുപ്പായാൽ പലർക്കുമുള്ള സംശയമാണ് എത്രയാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരുടെ ശമ്പളം. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടികൾക്കൊടുവിൽ ജനപിന്തുണയിലൂടെ അധികാരത്തിലെത്തിയാൽ ഇവർക്ക് ലഭിക്കുന്നത് വളരെ വലിയ പ്രതിഫലമൊന്നുമല്ല. രാജ്യത്ത് ഏറ്റവും മികച്ച തദ്ദേശ ഭരണ സംവിധാനമുള്ള കേരളത്തിൽ ത്രിതല പഞ്ചായത്ത്, നഗരസഭാ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്നത് ഓണറേറിയമാണ്. നാമമാത്രമായിരുന്ന ആ ഓണറേറിയം ഒരിക്കലും പഞ്ചായത്ത് അംഗമെന്ന നിലയിലുള്ള ബാധ്യതകൾ നിറവേറ്റാൻ തികയുന്നതായിരുന്നില്ല. വാർഡിൻ്റെ എല്ലാ ഭാഗത്തും ഓടിയെത്താൻ പോലും തികയാത്ത സേവന തുക.
അതുതന്നെ ഏറെ കാലത്തിന് ശേഷം 2016 ഒടുവിൽ വർദ്ധിപ്പിച്ചത്. 9 വർഷത്തിന് ശേഷവും അതേ ഓണറേറിയം തന്നെയാണ് നമ്മുടെ പ്രാദേശിക ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്നത്. നമ്മുടെ നാട് എങ്ങനെ വളരണമെന്ന് തീരുമാനിക്കുകയും വാർഡിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുകയും ചെയ്യുന്ന മെമ്പർമാരുടെ സേവനത്തിന് പ്രതിഫലമായി ലഭിക്കുന്ന തുക ഇന്നും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും തികയുന്നതല്ല. ഓണറേറിയം കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന കാര്യത്തിൽ ജനപ്രതിനിധികൾക്കെല്ലാം ഏകാഭിപ്രായമാണ്. തങ്ങൾക്ക് കിട്ടുന്ന തുക കുടുംബം നോക്കാനും പൊതുപ്രവർത്തനം നടത്താനും തികയുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ശമ്പളത്തിന് പകരം ഓണറേറിയം എന്നാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾക്കുള്ള പ്രതിഫലത്തെ വിശേഷിപ്പിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉയർന്ന ഓണറേറിയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. ജില്ലാ പഞ്ചായത്തിൽ പ്രസിഡന്റിന് 16,800 രൂപയാണ് ഓണറേറിയം. വൈസ് പ്രസിഡന്റിന് 14,200. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് 10,400. ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് 9,800 രൂപ. കോർപ്പറേഷനിൽ മേയർക്ക് 15,800, ഡെപ്യൂട്ടി മേയർക്ക് 13,200, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് 9,400, കൗൺസിലർക്ക് ലഭിക്കുന്നത് 8,200 രൂപയാണ്. നഗരസഭയിൽ ചെയർമാന് ലഭിക്കുന്നത് 15,600 രൂപയാണ്. വൈസ് ചെയർമാന് ലഭിക്കുന്നത് 13,000 രൂപ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് ലഭിക്കുന്നത് 9,800 രൂപ. നഗരസഭയിലെ കൗൺസിലർമാർക്ക് ലഭിക്കുന്നത് 8,600 രൂപയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റിന് ലഭിക്കുക 15,600 രൂപ. വൈസ് പ്രസിഡന്റിന് ലഭിക്കുന്നത് 13,000 രൂപ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് 9,800 രൂപ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് ലഭിക്കുന്നത് 8,600 രൂപയാണ്. ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന് ലഭിക്കുന്നത് 14,200 രൂപയാണ്. വൈസ് പ്രസിഡന്റിന് ലഭിക്കുന്നത് 11,600 രൂപ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്ക് 9,200 രൂപ. പഞ്ചായത്തിൽ ഒരു വാർഡ് മെമ്പർക്ക് ലഭിക്കുന്നത് 8,000 രൂപയാണ്. പ്രതിമാസ ഓണറേറിയത്തിന് പുറമെ തദ്ദേശ സ്ഥാപനങ്ങളിലെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിന് അംഗങ്ങൾക്ക് ഭത്തയുമുണ്ട്. സ്ഥാപന അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ എന്നിവർക്ക് 250 രൂപയാണ് ഭത്ത. പ്രതിമാസം പരമാവധി 1,250 രൂപ ഈ ഇനത്തിൽ കൈപ്പറ്റാം. സാധാരണ അംഗങ്ങൾക്ക് യോഗത്തിന് 200 രൂപയാണ്. ഇവരുടെ പരമാവധി പ്രതിമാസ ഭത്ത 1,000 രൂപയും. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 25 രൂപയുടെ കുറവാണുണ്ടായത്. 12,275 രൂപയായാണ് സ്വർണ്ണവില കുറഞ്ഞത്. പവന് 200 രൂപയും കുറഞ്ഞു. 98,200 രൂപയായാണ് സ്വർണ്ണവില കുറഞ്ഞത്. അതേസമയം അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഉയർന്നു. ട്രോയ് ഔൺസിന് $18.60 ഉയർച്ചയാണ് ഉണ്ടായത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റിങ്കര കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ 3 വർഷത്തെ ഡിപ്ലോമ നേടിയവരെയാണ് പരിഗണിക്കുക. താല്പര്യമുള്ളവർ ഈ മാസം 15 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. വിവരങ്ങൾക്ക് 0427202074 8547005080. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,275 രൂപ, പവന് 98,200 രൂപ. പുതുക്കാട് കൈതാരത്ത് ദേവസഹായം രാജു മകൻ സ്റ്റാൻലി സേവിയർ അന്തരിച്ചു. 29 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനിയാണ് അമ്മ. സഹോദരി സ്റ്റെല്ല മരിയ. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും UDFന്റെ വൻ തിരിച്ചുവരവ്. നേട്ടമുണ്ടാക്കി BJP. ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഭരണം നിലനിർത്തി LDF.
പറപ്പൂക്കരയിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 60 കിലോ ചന്ദനത്തടികളുമായി ഒരാൾ പിടിയിലായത് വെട്ടൂക്കാട് സ്വദേശി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന വാർത്താ സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.